അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പ്രമുഖ നടൻ, മറ്റാരുമല്ല ഷൈൻ ടോം ചാക്കോ, പ്രതിയായ ഒരു ലഹരി കേസ് 2015 സംഭവിച്ചു. അത് അന്ന് രഹസ്യവിവരം കിട്ടിയെന്ന് വളരെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചു. റെയ്ഡിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഷൈൻ ടോം ചാക്കോ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന വിവരം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനുശേഷം ഒരു മാസം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നപ്പോൾ ഈ കൊക്കൈൻ കേസിൽ ഈ പറഞ്ഞ നടൻ പ്രതിയല്ല, പൂർണ്ണമായും നിരപരാധി എന്നായിരുന്നു കോടതി വിധി. കോടതിക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. കാരണം പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ കോടതിയുടെ ഉത്തരവ് വന്നത്. നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി, പിടിച്ചെടുത്ത കൊക്കൈൻ്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല, രഹസ്യ വിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി, പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല. അങ്ങനെ ഒരു പിടി കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കോടതി ഈ വിധിന്യായത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം കേരളത്തിന് ഒരു പുതിയ സംഭവമല്ല. സിനിമ ഉള്ള കാലം മുതൽ പലവിധ ലഹരികളുടെ കേന്ദ്രമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനുകളും താരങ്ങളുടെ വാസസ്ഥലങ്ങളുമൊക്കെ. നിരവധി സിനിമാ പ്രവർത്തകർ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തനിക്ക് സിനിമയിലുണ്ടായ ദുരനുഭവം വിൻസി അലോഷ്യസ് എന്ന നടി പങ്കുവെക്കുകയാണ്. അത് മറ്റൊരു ചർച്ചയാവുകയുമാണ്. ലഹരിയിൽ പൂസായ നടൻ്റെ ചെയ്തി കൊണ്ട് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സാഹചര്യത്തിൽ ജോലി പൂർത്തിയാക്കേണ്ടി വന്ന അനുഭവം. ഈ നടൻ ആര് എന്ന ചോദ്യവും ഇത്രയും പറയുന്ന നടി ആ നടൻ്റെ പേര് പറയേണ്ട എന്ന ആവശ്യവും സോഷ്യൽ മീഡിയ വല്ലാതെ ചർച്ച ചെയ്യുന്നുണ്ട്. സിനിമ മാത്രമാണോ ലഹരിയുടെ കേന്ദ്രമെന്ന ചോദ്യം സിനിമാ പ്രവർത്തകർ മറിച്ചുയർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഹപ്രവർത്തകർക്ക് പോലും ഗതികെട്ട് ഇത്തരം കാര്യങ്ങൾ പരസ്യമാക്കേണ്ടി വരുന്ന പശ്ചാത്തലമാണ്. ഇനി നമ്മൾ ആക്ട് ചെയ്യേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിലെന്ന് പറയുമ്പോഴും അവർ ഉണരണം, ആരാണെന്ന് കണ്ടെത്തണം, അറിയണം, അറിയിക്കണം, നിയമപരമായ നടപടിയെടുക്കണം. അതുണ്ടാകുമോ? കാത്തിരുന്ന് കാണാം. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ വിനു കിരിയത്ത്, തിരക്കഥാകൃത്ത്. ശ്രീ സക്കറിയ ജോർജ്, മുൻ SP, ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ഖാദർ കരിപ്പൊടി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഒപ്പം ശ്രീ ജോളി ചിറയത്ത്, നടി. അവരെയും ഈ ചർച്ചയുടെ ഭാഗമായി പ്രതീക്ഷിച്ചു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ അത്ഭുതം തോന്നിയോ താങ്കൾക്ക്? കാരണം ഇത്തരം നടന്മാരുടെ ചെയ്തികൾ പരസ്യമായും അല്ലാതെയുമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. താങ്കളും പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്തുള്ള ആളാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിനിമ ഉണ്ടായ കാലം മുതൽ എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. സിനിമ ഉണ്ടായ കാലം മുതൽ എന്ന് അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം 1970കളിലാണ് ഞാനൊക്കെ ഈ രംഗത്ത് വരുന്നത്. അന്നു മുതൽ ഏകദേശം ഒരു 85, 90, എന്തിന് 2000 വരെയൊന്നും ഇങ്ങനെയൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. മദ്യപിക്കുമെങ്കിൽ പോലും ആ മദ്യപാനം പോലും അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അവര് പിന്നെ അത്തരത്തിൽ ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നത്. അല്ലാതെ മദ്യപിച്ചുകൊണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വരിക അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നു എന്നൊന്നും വാർത്തയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എനിക്ക് വിൻസിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി, ഒപ്പം അഭിമാനം തോന്നി. കാരണം എപ്പോഴും തനിക്ക് ചുറ്റും നടക്കുന്ന അനീതിയെ മറച്ചു പിടിക്കാനും തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു ഭയത്തോടുകൂടെ അതിനെ ആരോട് പറയാതെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എനിക്കിങ്ങനെ ഒരു സംഭവം നടന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഇത്തരക്കാരോടൊപ്പം സഹകരിക്കില്ല എന്ന് പറയണമെങ്കിൽ അത്രമാത്രം ആത്മവിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ പലരും പറയുന്നു പേരല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം പേരല്ല, സംഭവമാണ്.
അവിടെ ഉണ്ടാകുന്ന അസൗകര്യങ്ങളാണ് ആ കുട്ടി അങ്ങനെ ഒരു വിട്ടുവീഴ്ച. അതായത് ആ കുട്ടി ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഇത് ഉപയോഗിക്കുന്നവർ അത് മദ്യപിച്ചിട്ടാണെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഷോട്ടിൽ വന്ന് അഭിനയിച്ചാൽ മതി, എനിക്ക് ആ നടനെ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള, അതായത് ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള സമൂഹ വിരോധികൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ ശരീരം പിന്നെ ചീത്തയാക്കണോ നല്ലതാക്കണോ, എന്റെ ബുദ്ധിക്ക് ഭ്രമം വരണോ വേണ്ടേ, ഞാൻ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, ഇതെല്ലാം എന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഇതെല്ലാം അവർ ഉപയോഗിച്ചോട്ടെ, ആരും അവരോട് ഉപയോഗിക്കണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ഞാൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ ജോലി ചെയ്യുന്ന എന്റെ മുൻപിലേക്ക് വരരുത് എന്നാണ് ആ കുട്ടി ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനം തോന്നി. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം വിൻസി പറഞ്ഞത്, ഞാൻ ഒരിക്കലും സിനിമയില്ലെങ്കിൽ ജീവിക്കില്ല എന്ന് ഞാൻ പറയില്ല എന്ന്. അങ്ങനെ ആയിരിക്കണം അഭിപ്രായം പറയേണ്ടത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന മാതിരി അവരുടെ പെർമിഷൻ ഇല്ലാതെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയാത്തതാണ്. ആ നടി ഒരു നടനോടൊപ്പം അഭിനയിച്ചപ്പോൾ ഉണ്ടായി, അത് മദ്യപിച്ച് ലക്ക് കേട്ടാണ് അയാൾ അഭിനയിച്ചത്. ആ സമയത്ത് അയാൾ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവര് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് പ്രതികരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയ ഒരു നല്ല ക്യാരക്ടറാണ്, അത് എങ്ങനെയാണ് ഈ ഒരു കാരണം പറഞ്ഞ് ഇതൊക്കെ പിന്നെ ഇതിന്റെ ഒരു ഭാഗമല്ലേ എന്ന് ഒരു സ്ത്രീ പറയുന്നിടത്താണ് വിൻസിയെ പോലുള്ള ഒരു പെൺകുട്ടി പറയുന്നത്, സിനിമയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതാണ് ഈ ലഹരിക്കെതിരെ ഈ തുറന്നു പറഞ്ഞു. കാരണം ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്കൊപ്പം അഭിനയിക്കില്ല എന്ന് വിൻസി ഒരു പൊതുചടങ്ങിൽ പറയുകയാണ്. അതിനുശേഷം ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്കുകളാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ എന്തർത്ഥത്തിലാണ്, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞ് വലിയ അറ്റാക്ക് വരുമ്പോഴാണ് അവർക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം പരസ്യമായി തുറന്നു പറയേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നത്. കാരണം ആ സമയത്തൊന്നും അവരെ പിന്തുണയ്ക്കാൻ വലിയ വിഭാഗം ആളുകൾ ഉണ്ടായില്ല എന്ന് അവർ പറയുന്നുണ്ട്. അല്ല, ഞാൻ സത്യത്തിൽ ഇന്നാണ് ഞാൻ ഈ വീഡിയോ, നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഇതുവരെ ഞാൻ കണ്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ഒരാളാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരു റേപ്പ് അക്യൂസ്ഡിനോടൊപ്പം നിൽക്കുന്നവർ, ഒരു റേപ്പ് അക്യൂസ്ഡ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചു എന്ന് പറയുന്ന ആള് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എടുത്ത് ആഘോഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യാതൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല. അവരെല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും. ബലാത്സംഗത്തിനെ പ്രോത്സാഹിപ്പിക്കും, ലഹരിയെ പ്രോത്സാഹിപ്പിക്കും, സ്ത്രീകളെ മോശമായി സംസാരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കും. കാരണം ഇതെല്ലാം അവനവന്റെ വീടിന്റെ പടിക്കൽ എത്തുന്നത് വരെ അവർ ഇത് പ്രോത്സാഹിപ്പിക്കും. അവനവന്റെ വീടിന്റെ പടിക്കൽ എത്തുമ്പോഴാണ് ഇതിന്റെ ഭീകരത അവർക്ക് മനസ്സിലാകുന്നത്. അത് എന്തായാലും ആ വിശദീകരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, എന്താണ് എനിക്ക് ഉണ്ടായ അനുഭവം, അവർ പറയുന്നുണ്ട്. ഇതിൽ പേര് പറയേണ്ട ആവശ്യമില്ല, പേരല്ലല്ലോ വിഷയം. എന്താണ് ഞാൻ അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്നാണ് അവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് സമൂഹത്തിലെ. പക്ഷെ ഇന്ന് ഞാൻ കണ്ട ആ വീഡിയോയുടെ താഴെ എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് കാലക്രമേണ അത് വിശദീകരണം കേട്ടപ്പോ അത് ഒരുപക്ഷെ വളരെ ചില ആളുകൾ ഈ ആരാണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത, കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു ഗോസിപ്പ്. ആരെ കുറിച്ചാണ് ഈ പറയുന്നത് ഗോസിപ്പ് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം മാത്രമാണ്. തീർച്ചയായും തുടരുക. ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കളിലേക്ക് വരാം. ശ്രീ വിനു കിരിയത്ത്, ഇവിടെ നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്, സിനിമയിലെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഒരുപക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയായിരിക്കാം. പല വിധത്തിലുള്ള വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സിനിമാ പ്രവർത്തകരുടെ ഡിഫൻസ് എന്ന് പറയുന്നത് എല്ലാം സിനിമയിൽ നിന്നാണ് തുടക്കം, നിങ്ങൾ എന്തിനാണ്, സമൂഹത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട്, അക്രമ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതകം ഉണ്ടായാൽ അത് സിനിമയിൽ നിന്നുള്ള സിനിമ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. ലഹരി ഉപയോഗിക്കുന്നവർ സിനിമയിൽ മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അതൊരു കേവലം ഒരു വിശദീകരണം എന്നതിനപ്പുറത്തേക്ക് അതിന് മറ്റു പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ? ആദ്യം വിൻസിക്ക് ഒരു നല്ല അഭിനന്ദനം. കാരണം ഇത്ര സധൈര്യം തനിക്ക് നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞതിന്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ,
ഈ നമ്മൾ സ്ഥിരം പറയല്ലോ ഇവരൊക്കെ പ്രമുഖരാണല്ലോ, സിനിമയിൽ പൊതുവെ നമ്മൾ പറഞ്ഞല്ലോ പ്രമുഖൻ, ഇവരുടെ ഒന്നും പേരുകൾ പറയാത്തിടത്തോളം വിൻസി അത്തരക്കാരോട് ഇനി അഭിനയിക്കില്ല എന്ന് പറയുമ്പോൾ ഒരാളോ രണ്ടാളോ ആണെന്ന് തോന്നുന്നില്ലല്ലോ സിനിമയിൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാളെ മറ്റൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കാണുമ്പോൾ അപ്പോഴും ആ സിനിമയിലും ഒരാൾ ലഹരി ഉപയോഗിച്ചു എന്നേ പറയുള്ളൂ, അയാളുടെ പേര് പറയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രസക്തമായ പ്രേക്ഷകൻ ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കറിയാമല്ലോ സാധാരണക്കാരനാണ് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജാതകവും അവൻ്റെ കുടുംബവും വരെ വരാറുണ്ട്. സിനിമാക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശസ്തരെ പിടിച്ചു കഴിഞ്ഞാൽ പ്രമുഖർ എന്ന് തന്നെ പറയാം, പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പുറത്ത് വരാത്തതുകൊണ്ട് ഇപ്പം ഒരുപാട് പേര് സംശയത്തിൻ്റെ മുന്നിലല്ല. ആ കുട്ടി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വിൻസി അഭിനയിച്ച സിനിമകളിൽ ഏതൊക്കെ നടനാണെന്നുള്ള പലരുടെ നമുക്ക് സംശയിക്കും. അത് പാടില്ലായിരുന്നു. പോട്ടെ, അറ്റ്ലീസ്റ്റ് ആ സമയത്ത് അവർക്ക് അവർ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ആ ലൊക്കേഷനിൽ, സത്യമായിരിക്കും. പക്ഷെ അവർക്ക് ഇവിടെ ഒരു സംഘടനയുണ്ട് അമ്മ, അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്കാരുടെ അടി കൊള്ളുന്നത് പാവം പോലീസാണ്. ഇന്നും കണ്ടല്ലോ ഒരു പയ്യൻ റോഡിൽ നിന്ന് സേർത്ത് വലിക്കുന്നു, അത് ചേസ് ചെയ്ത് പിടിച്ച് അവൻ ബാക്കിൽ ചേസ് ചെയ്ത് പോയിട്ട് ഹെൽമെറ്റ് കൊണ്ട് 2 പോലീസുകാരെ തല്ലുന്നു. അപ്പോൾ ഈ പോലീസുകാർക്കും അവരും മനുഷ്യരാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പോലീസുകാരുടെ പലർക്കും ഇതിനകത്ത് വലിയ പങ്കുണ്ടെന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതി പോലും പറഞ്ഞു വെച്ചാൽ തെളിവില്ല. ഒരു നടനെതിരെ ഒരു വലിയ, അതായത് എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റിൽ കോടതിക്ക് വെറുതെ വിടേണ്ടി വരുന്നൊരവസ്ഥ വരുന്നെങ്കിൽ അത് ഉന്നതനാണോ അല്ലെങ്കിൽ പ്രമുഖനാണോ എന്ന് നോക്കിയിട്ട് തന്നെയാണ്. അങ്ങനെ ആവരുത് പോലീസ് നിയമം. കോടതിക്ക് അതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. തെളിവിൻ്റെ ഇതിൽ മാത്രമേ കോടതിക്ക് എപ്പോഴും ഒരാളെ, കോടതി വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്തിട്ടല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്. പണ്ട് കാലങ്ങളിൽ സിനിമ എന്ന് പറയുന്ന അവൻ്റെ ചോറാണ് എന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒപ്പം ആ നിർമ്മാതാവ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു സിനിമയിലെ. അപ്പോൾ എന്ത് പറ്റി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു സിനിമയിലേ പോകത്തുള്ളൂ. ഇന്നതല്ല. ഇന്ന് താരങ്ങളുടെ പുറകെ നിർമ്മാതാക്കൾ പോയി തുടങ്ങിയപ്പോൾ നോക്കൂ, ഇന്ന് 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് പുതിയ താരങ്ങൾ ലൊക്കേഷനിൽ എത്തുന്നത്, നായകന്മാരൊക്കെ ഇല്ലേ. അപ്പോൾ ഈ കുട്ടി അത്രയെങ്കിലും എന്താ പറയുക, വിൻസി പറഞ്ഞതിന് ആ കുട്ടിക്ക് പക്ഷേ വിൻസി നേരത്തെ പറഞ്ഞ പോലെ അമ്മയെങ്കിലും മറ്റും കംപ്ലൈൻറ്റ് വിൻസിക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ വിൻസിയുടെ ഒരു ഗതികേടെന്ന് പറഞ്ഞാൽ ആ സിനിമ പൂർത്തീകരിക്കണം. കാരണം സംവിധായകനും നിർമ്മാതാവും ഒക്കെ വന്ന് കാല് പിടിച്ചു എന്നാണ് പറയുന്നത്. കംഫർട്ടബിൾ അല്ല എങ്കിൽ പോലും ഈ സിനിമ ഒന്ന് പൂർത്തീകരിക്കാൻ സഹകരിക്കണം. അല്ലല്ല, അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ഇതിപ്പോൾ അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. 14 കൊല്ലം മുമ്പേ പീഡിപ്പിച്ചു, 10 കൊല്ലം മുമ്പേ പീഡിപ്പിച്ചു, സ്പോട്ടിൽ ആരും ഒന്നും പറയുന്നില്ല. അതാണ് ഈ പ്രേക്ഷകൻ ചോദിക്കുന്ന ഒരു ചോദ്യം. അതാണ് വിൻസി എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് ഇത് ചെയ്തു. പക്ഷേ ഇനി അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോഴും ഇത് മറ്റൊരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ വിൻസിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ ചോദ്യമല്ലേ. കാരണം പ്രമുഖർ ഇത് വെറൊരു ചർച്ചയിൽ ഒതുങ്ങി പോകില്ലേ. ഇപ്പോൾ എന്തൊരു പല ചാനലും ഇത് ചർച്ച ചെയ്യുന്നു. പക്ഷേ ഇത് ചർച്ച കഴിയുമ്പോൾ അടുത്ത നാളെ വേറൊരു വിഷയം. അങ്ങനെ ആവരുത്. ഇൻഡസ്ട്രിക്ക് ചീത്തപ്പേരാണ്. അത് മാറ്റാനായിട്ട് ഈ പറഞ്ഞ പോലെ വിൻസിയെ പോലെ എല്ലാവരും രംഗത്ത് വരണം. അത് പിന്നെ പുരുഷന്മാർ മാത്രമല്ല കേട്ടോ ലഹരി ഉപയോഗിക്കുന്നത്. അതും അറിയാമല്ലോ, സിനിമയിൽ തന്നെ നമ്മൾ പല ലാംഗ്വേജിൽ നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, സ്ത്രീകളും. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ, പെൺകുട്ടികൾ തന്നെ ലഹരി വിൽക്കുന്നതിൽ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്, വലിക്കുന്നതിലും ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉന്നതരെ ഇതുവരെ പിടിക്കുന്നില്ല. ഈ പാവം ഈ പറഞ്ഞ പോലെ വലിച്ചുകൊണ്ട് പോകുന്നവനെ പിടിക്കുന്നു, ഇത് വിൽക്കുന്നവനെ ഇതുവരെ പിടിക്കുന്നില്ല. അല്ല, ഇപ്പോൾ ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവ് 2 കോടിയുടെ പിടിച്ച ബിനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടാണ്. അതിൽ ഈ ഇവർ കൃത്യമായി അവരുടെ മൊഴിയിലുണ്ട്, എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നതാണ് ഈ 2 പ്രമുഖ നടന്മാരുടെ പേരുണ്ട്. പക്ഷെ ആ കേസും ഈ പറഞ്ഞ 2015 കേസ് പോലെ എങ്ങും എത്തില്ല, കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് പ്രശ്നം. അവിടെയാണ് ഈ പണത്തിന് മേൽ പെരുന്തും പറക്കൂല എന്ന് പറഞ്ഞത്. നോക്കൂ, 2500ഓളം കിലോ നേവിക്കാർ പിടിച്ചത്, അതിൽ പകുതിയും കേരളത്തിൽ കൊണ്ടുവരാണെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അറിയുന്നത് ഈ സിനിമാക്കാരനായതുകൊണ്ട് മാത്രമാണ് ഇത് അറിയുന്നത് കേട്ടോ. സ്കൂൾ കുട്ടികൾ വരെ, കൊച്ചു കുട്ടികൾ വരെ ലഹരിക്ക് അടിമയാണ്. നമ്മൾ കാണുന്നില്ലേ, തലക്കടിച്ച് കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. ഒന്ന് പറഞ്ഞാൽ 2ന് കാരണം അവർക്ക് മനസ്സ് വേറെ ലെവലിലാണ്. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ബോധമല്ല. അവർ പെട്ടെന്ന് വയലൻ്റ് ആവുന്നു. ഞാൻ പറയണതിലായിരിക്കും, എന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് അവരെ അതിഥി തൊഴിലാളി എന്ന് സ്വീകരിച്ചോ അവരിലാണ് നമ്മുടെ ലഹരി തുടങ്ങിയെന്നുള്ളത്. നമുക്ക് അങ്കമാലി ആ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലു, പെരുമ്പാവൂർ ഭാഗത്തേക്ക് ചെല്ലു, നടു റോഡിൽ നിന്നാണ് ഇത് ഇവർ മദ്യപിക്കുന്നത്. ആരുമില്ല ചോദിക്കാൻ. അവരുടെ കേന്ദ്രമായി മാറി. അത് വേറെ സ്റ്റേറ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇപ്പോൾ. ഇതാരോട് പറയാനായിട്ട്? അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഇത് സ്ട്രോങ് ആയിട്ട് ഇതിനൊരു ഡിസിഷൻ എടുക്കുക. എന്തുകൊണ്ട് ഈ കോടതിയിൽ അങ്ങനെ ഒരു ഇത് ആ നടനെതിരെ പോയെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. അതിലേക്ക് വരാം. സർക്കാരിനും ഈ പറയുന്നത് പോലെ നമ്മുടെ സംവിധാനങ്ങൾക്കുമൊക്കെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ശ്രീ ഖാദർ, ഇവിടെ
ഈ പറഞ്ഞതുപോലെ നമുക്ക് സർക്കാരിനെ കുറ്റം പറയാം, നമ്മുടെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളെ കുറ്റം പറയാം. പക്ഷേ ഇതിന് എവിടെയാണ് ഇതിൻ്റെ ഒരു തടസ്സം? ഞാൻ പറഞ്ഞു 2015 വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. അതിൽ അന്ന് വ്യക്തമായ, ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നമ്മുടെ ഈ ബ്യൂറോ റിപ്പോർട്ടിങ്ങൊക്കെ നടത്തുന്ന സമയമാണ്. അന്നൊക്കെ വളരെ കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറയും അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്, അയാളത് കൃത്യമായി തെളിവുണ്ട് എന്ന് പറയും. പക്ഷേ കോടതിയിലെത്തുമ്പോൾ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. കോടതി തന്നെ വിമർശിച്ചുകൊണ്ടാണ്, കോടതിക്ക് വേറെ മാർഗ്ഗമില്ല, തെളിവില്ലാതെ ഏത് കേസിൽ ഏത് ആളെ ശിക്ഷിക്കാൻ പറ്റും? കോടതിക്ക് മുന്നിലെത്തുന്ന തെളിവുകൾ ആധാരമാക്കിയാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, സമൂഹത്തിന് മൊത്തം അറിയാവുന്നൊരു കാര്യത്തിൽ വളരെ വിദഗ്ധമായി ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോവുകയാണ്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം ശ്രീ ഖാദർ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു വലിയ വീഴ്ച സംഭവിച്ച ഒരു കേസാണ് എന്ന കാര്യത്തിൽ ആർക്കും അതിലൊരു സംശയവും വേണ്ട. കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അന്ന് ആ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുടെ, അവർക്ക് ആ കേസ് കൈകാര്യം ചെയ്യാൻ വ്യക്തമായ ഒരു അറിവില്ലായ്മയുടെ പേരിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഈ സംഭവിച്ച കോടതി വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടില്ലായ്മയുടെ ഒരു മേഖല, ഒരു 95% അതിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് നിലപാട് എന്ന് പറയുന്ന ഒരു സാധനം തൊട്ടു തീണ്ടിയിട്ടില്ല. കേവലം ഒരു 5% ആളുകൾ, കേവലം ഒരു 5% ആളുകൾ മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുള്ളൂ. ബാക്കി 95% ആൾക്കാരും സെൽഫിഷാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത്. ബാക്കി 5% ആളുകളെ ഉള്ളൂ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുകയും സ്വന്തം അഭിപ്രായം അറിയിക്കുകയും ചെയ്യുന്ന അത്ര ആളുകളെ ഉള്ളൂ. അവിടെയാണ് വിൻസി എന്ന് പറയുന്ന ഈ ചുണക്കുട്ടിക്ക്, ഈ നട്ടലുള്ള ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ നമ്മൾ പിന്തുണക്കേണ്ടത്. ആ നിലപാട് പറഞ്ഞ കാര്യത്തിൽ വളരെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സിനിമ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നാണ് പറഞ്ഞത്. അതൊരു നിലപാടാണ്. അത് തുറന്നു പറയാൻ കാണിച്ച ആ പാവത്തിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ടോയ്ലറ്റുകളിലൊക്കെ പോയിട്ട് ആഭാസം എഴുതിയിരുന്ന കുറച്ച് മനുഷ്യന്മാര് ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ടോയ്ലറ്റിലൊന്നും അത്തരത്തിലുള്ള എഴുത്തില്ല. ആ എഴുത്ത് ഇപ്പൊ ഇവന്മാരെ എഴുതുന്നത് ഈ വിൻസിയെ പോലെയുള്ള പ്രതികരണ ശേഷിയുള്ള ഇത്തരം കാര്യങ്ങളെ തുറന്നു കാണിക്കുന്ന ആളുടെ കമന്റ് ബോക്സിലാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നുള്ളത്. എനിക്ക് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിൻസിയെ പിന്തുണച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയിലെ എത്ര പേർ വന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഈ വിൻസിയെ പിന്തുണച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ എത്ര പ്രമുഖർ വന്നു എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആണെന്നും സൂപ്പർ സ്റ്റാർ ആണെന്നും ഒക്കെ പറഞ്ഞു നിൽക്കുന്ന എത്ര പേർ ഈ പറയുന്ന വിൻസിയുടെ വീഡിയോ ഷെയർ ചെയ്തു? ഉണ്ടാവില്ല. കാരണം ഇവരൊക്കെ ഒരു പൊതുസമൂഹം നേരിടുന്ന വിഷയങ്ങളിലൊന്നും വ്യക്തമായി പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. പ്രതികരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർഡത്തിനെ ബാധിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ഇവർക്ക് ഇതൊന്നും വിഷയമല്ല. ഷൈൻ ടോം ചാക്കോ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ ആ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കി വിട്ടപ്പോൾ പ്രകടമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കൂ, ഞാൻ പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആലപ്പുഴയിലെ ഇൻസിഡന്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പേര് വന്ന 2 പേർ, ഷൈൻ ടോം ചാക്കോവും ശ്രീനാഥ് ബാസിയും. ഈ 2 പേരുടെ പേരെടുത്ത് തന്നെ പറയാണ്. ഈ 2 പേരുടെയും പേര് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ട് എന്ത് നടപടിയാണ് ഈ മണിക്കൂറോളം ഇവിടുത്തെ പോലീസ് സംവിധാനം എടുത്തിട്ടുള്ളത്, ഇവിടുത്തെ നിയമവ്യവസ്ഥ കൈക്കൊണ്ടിട്ടുള്ളത്? എന്ത് നടപടിയാണ്? അവരെ കൃത്യമായിട്ട് ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞിട്ടുള്ള വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ലോ പോയിന്റ്സ് തന്നെ തിരിച്ചു. അത് പിൻവലിച്ചു. മുൻകൂർ ജാമ്യം പിൻവലിച്ചു. കാരണം ആ കാര്യങ്ങൾ പുറത്തു വന്ന മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴത്തേക്ക് അത് പിൻവലിച്ചു. അല്ല, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തമാശ തന്നെ നമുക്ക് വ്യക്തമാണ്. അവര് വിളിച്ചു, മെസ്സേജ് അയച്ചു, ഞാൻ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പേരെടുത്ത് തന്നെ പറയാണ്, ഷൈൻ ടോമിനടക്കം ശ്രീനാഥ് ബാസി അടക്കം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടും ഇവരെ മാറ്റി നിർത്താൻ നിങ്ങൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറയാൻ നട്ടലുള്ള ഏത് സംവിധായകനുണ്ട്? ഏത് തിരക്കഥാകൃത്തുണ്ട്? ഏത് നിർമ്മാതാവുണ്ട്? നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ട് എന്റെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന എത്ര നിർമ്മാതാക്കളുണ്ട്? ആ നട്ടലില്ലാതെ പോയി. ഈ പറയുന്ന വിൻസിയുടെ അവസ്ഥ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ. കുറച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ അവസ്ഥ നോക്കിക്കോളൂ. വലിച്ചു കീറും സോഷ്യൽ മീഡിയ.
സോഷ്യൽ മീഡിയ മാത്രമല്ല, പിന്നെ ശ്രീ ഖാദർ അതിൻ്റെ മറുപടി ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സക്കറിയ ജോർജിലേക്ക് വരാം. ശ്രീ ഭാഗ്യലക്ഷ്മി, നമുക്കറിയാം ഇതിനു മുൻപും സിനിമാ രംഗത്തെ ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പലരും സംഘടനകൾ പോലും രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. പക്ഷേ അവർക്കൊക്കെ സിനിമയിൽ ഇപ്പോൾ എത്ര അവസരം ലഭിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഓർത്ത് കാണണം. എത്ര സിനിമകളിൽ അവരെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് പലരെക്കുറിച്ച് ഇപ്പോൾ ഒരറിവുമില്ലാത്ത അവസ്ഥയാണ്. വിൻസിക്ക് ആർജവത്തോടെ, നേരത്തെ ഖാദർ കരിപ്പടി പറഞ്ഞില്ല, ആർജവത്തോടെ പിന്തുണ നൽകാൻ എത്ര സിനിമാ പ്രവർത്തകർ തയ്യാറാകും ഇനി? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറച്ചു മുമ്പേ വിനു കിരിയത്ത് പറഞ്ഞു അവർക്ക് അമ്മ എന്ന സംഘടനയിൽ പരാതിപ്പെടാമായിരുന്നല്ലോ എന്ന്. ഇവിടെ അമ്മ എന്ന സംഘടനയിൽ പരാതിപ്പെട്ട ആർട്ടിസ്റ്റിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാമല്ലോ നമ്മുടെ അതിജീവിത, അവർ ആദ്യം അവരനുഭവിക്കുന്ന വേദന അവരാദ്യം പറഞ്ഞത് അമ്മയിൽ തന്നെയല്ലേ. അതിലുള്ള അംഗങ്ങൾ തന്നെയല്ലേ അവിടെ ചെന്നിട്ട് അവൾക്കെതിരെ മൊഴി കൊടുത്തതും എല്ലാം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഇപ്പൊ തന്നെ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എത്രയോ പേർക്കെതിരെ പല പല ആരോപണങ്ങളും വന്നു. അതിൽ കുറെ വ്യാജ ആരോപണങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ സത്യസന്ധമായ ആരോപണങ്ങൾക്ക് അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? അവര് അവിടെ ഇവിടെയും തൊടാതെയല്ല അവർ മറുപടി പറയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് വരെ ഈ രാജ്യത്ത് ഇനി എന്തെല്ലാം സംഭവം നടന്നാലും ഇവിടെയുള്ള നടന്മാർ അഭിപ്രായം പറയില്ല. കാരണം അവര് ജീവിക്കുന്ന വേറൊരു ലോകത്താണ്. അവർക്കിവിടെ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് സിനിമ ചെയ്യണം, എന്റെ സിനിമ ചെയ്യണം, എനിക്ക് ആരാധകരുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ വ്യക്തമായി പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാൻസ് ആണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നോക്കൂ, എന്റെ അച്ഛൻ പത്തായത്തിനകത്തില്ലെന്ന് പറയുന്ന മാതിരിയാണ്. പേര് പറയാഞ്ഞിട്ട് തന്നെ ആക്രമിക്കുകയാണ് ആ പെൺകുട്ടിയെ, അല്ലെ? അത് സിനിമയുടെ, നേരത്തെ മിസ്റ്റർ ഖാദർ പറഞ്ഞ മാതിരി അത് സിനിമയുടെ ഒരു സ്വഭാവമാണ്. എനിക്ക് എന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമോ, എന്റെ നിലനിൽപ്പ് ഇല്ലാതെയാകുമോ എന്നൊരു ഭയം സിനിമയ്ക്കുള്ളിൽ നേരത്തെ മിസ്റ്റർ ഖാദർ പറഞ്ഞത് വളരെ ശരിയാണ്. സിനിമയ്ക്കുള്ളിൽ സ്വന്തം നിലപാടുള്ളവർ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമേ ഉള്ളൂ. നിലപാടുള്ളവർ സിനിമ ചെയ്യാതെ വീട്ടിലിരിക്കും. യഥാർത്ഥത്തിൽ ഇനി വിൻസിക്ക് ഞാൻ ആലോചിക്കായിരുന്നു, വളരെ അപൂർവം ഈ പറയുന്ന വിൻസിയെ മനസ്സിലാക്കുന്ന, യഥാർത്ഥ സിനിമയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു സംവിധായകന്റെ സിനിമകൾ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഈ പറയുന്ന ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന സിനിമകളിൽ ഒന്നും തന്നെ ഇല്ല. നിങ്ങളെയാണ് ഞങ്ങൾക്ക് ആവശ്യം, നിങ്ങളെന്ന മികച്ച നടിയെയാണ് ഞങ്ങൾക്ക് ആവശ്യം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതെല്ലാം മാറ്റിവെക്കാം, നിങ്ങൾ വരൂ എന്ന് ഇവരാരും പറയില്ല. കാരണം ഇവിടെ നായകന്മാർ ഭരിക്കുന്ന കാലമാണ് മലയാള സിനിമ. ഇന്ത്യൻ സിനിമ തന്നെ അങ്ങനെയാണ്. ഇവിടെ നായികയ്ക്കല്ല പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്തു പറഞ്ഞാലും, മലയാള സിനിമയിലെ സ്ത്രീകൾ സത്യം വിളിച്ചു പറഞ്ഞാൽ അവരെ കൂട്ടമായി ആക്രമിക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ എന്ന് സോഷ്യൽ മീഡിയ ഇവിടെ ഉണ്ടായോ അന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. തിരിച്ചു വരാം, ദയവായി തുടരുക, തിരിച്ചു വരാം. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ വളരെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷൈൻ ടോം ചാക്കോയുടെ 2015 കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് നമുക്കറിയാം വളരെ എവിഡൻ്റായി വളരെ കൃത്യമായി തന്നെ പല കാര്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു മാധ്യമങ്ങളോട്. ആ കേസ് കോടതിയിലെത്തിയപ്പോൾ അത് ആവിയായി. കഴിഞ്ഞ മാസം വിധി വന്നപ്പോൾ കുറ്റക്കാരനല്ല, വെറുതെ വിട്ടു. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ് ശ്രീ സക്കറിയ ജോർജ്? ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു, ഞങ്ങളെല്ലാവരെയും പിടിക്കും, ഈ ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റുമെന്നൊക്കെ പറയുന്നവർ തന്നെ, നമ്മുടെ നിയമ സംവിധാനം തന്നെ ഇത്ര അപഹാസ്യരാകുന്നത് കോടതിക്ക് മുന്നിൽ. കോടതി ആ വിവരങ്ങളൊക്കെ എടുത്തു പറഞ്ഞാണ് വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്ത് കഷ്ടമാണ്! എനിക്ക് കഷ്ടം ഒന്നും തോന്നുന്നില്ല. കാര്യം ധാർമ്മികമായി അധപ്പതിച്ച ഒരു ഭരണവ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ക്ലിൻ്റൻ്റെ ഒരു മോളെ ഉള്ളായിരുന്നു. അതിനെ സബ്സ്റ്റൻസുമായിട്ട് പിടിച്ചു. അവരാരും ഇടപെട്ടില്ല. ബിൽ ക്ലിൻ്റനും ഇടപെട്ടില്ല, ഹിലാരി ഇടപെട്ടില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകാനായിട്ട് പറഞ്ഞു. ഇവിടെ ഒരു MLA മകനെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിന് പിടിച്ചപ്പോൾ 9 ഗ്രാം 0.9 ആയി. ഇതൊക്കെ ചെയ്യുകയും
അതിലെ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇടുക്കി ക്രൈംബ്രാഞ്ച് ഉള്ളപ്പം അവിടുത്തെ അഡീഷണൽ എക്സൈസ് കമ്മീഷണറെ പൂട്ടാനായിട്ട്, അത് വേറെ പൊളിറ്റിക്കൽ റീസൺസ് ആണ്, ഈ സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ 1ാം ഫേസിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പരാതി ഉണ്ടാക്കുകയും അദ്ദേഹത്തിന് IPS കൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക, അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി വരികയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവിടെ നിയമ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ ഈ ഭരണത്തെ നയിക്കുന്ന ധാർമ്മികമായി അധപ്പതിച്ചു പോയ ഭരണ നേതൃത്വത്തിന് കഴിയില്ല. ഇവരുടെ ബലഹീനത കണ്ടുകൊണ്ട്, ഭരണ നേതൃത്വം എന്ന് പറഞ്ഞാൽ പോലീസുണ്ട്, പൊളിറ്റിക്കലുണ്ട്, ഈവൻ കുറേ എക്സ്റ്റെൻറ്റ് വരെ ജുഡീഷ്യറി ഉണ്ട്. കാര്യം നമ്മൾ ജസ്റ്റിസ് വർമ്മയുടെ കാര്യം കണ്ടു, എല്ലാ ലോകത്ത് തന്നെ കാണിച്ചു കൊടുത്തു ജുഡീഷ്യറിക്ക് എന്തുമാത്രം കറപ്റ്റ് ആകാമെന്നുള്ളത്. നവീൻ അറോറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി കേസിനകത്ത്, ഡൽഹി ഹൈക്കോർട്ട് കേസിനകത്തും പറഞ്ഞിട്ടുണ്ട്, എ ജഡ്ജ് ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ് ഹീസ് എ ജഡ്ജ്, ഹീ ടു വിൽ ബി ജഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സംവിധാനങ്ങളുടെ എല്ലാം അധപ്പതിച്ച് പോകുന്നതിൻ്റെ കാര്യം, ഈ ഗാന്ധിജിയുടെ നാട്ടിൽ നമ്മൾ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഇന്ത്യക്കാർ തന്നെ കൊന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, വർഗീയമായി ഇന്ത്യയെ ചേരിതിരിച്ച് ഭ്രാന്തുണ്ടാക്കി അധികാരത്തിലെത്തുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രയോറിറ്റീസ്. അല്ലാതെ നമ്മൾ ഒരു വശത്ത് മാറി ഇന്ന് ഇൻഡസ് വാലി സിവിലൈസേഷനും അതിൻ്റെ മഹത്വമൊക്കെ പറയുമ്പോൾ ആ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഇവിടെ കേരള സർക്കാർ കുറേ NDPS സബ്സ്റ്റൻസ് എല്ലാം കൂടെ വാരിയിട്ട് തീ വെക്കുക. അവർ വിചാരിക്കുന്ന തീ വെച്ച് കഴിയുമ്പോൾ ഉടനെ ഇത് ഇല്ലാതായി പോകും. ഞാൻ പറഞ്ഞു, ഈ വിവരങ്ങൾ ശേഖരിക്കണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരെ എടുക്കണം. കേരള പോലീസിന് പറ്റില്ല. കാര്യം കേരള പോലീസിലെ നല്ല ശതമാനം ആൾക്കാർ NDPS കേസുകളൊക്കെ വരുമ്പം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവർ പലതും കാണിക്കും, പണം ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആശാ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയിലെ പോകുന്ന പാവപ്പെട്ടവരുണ്ട്, അവരെ ഉപയോഗിക്കണം. ഞാൻ നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞാണ്, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കണം. അവർക്ക് ഇൻസെൻറ്റീവ്, നല്ലത് ക്യാച്ചിന് വേണ്ടി ഇൻഫർമേഷൻ തന്നാൽ അവർക്ക് കാശ് കൊടുക്കണം. ആശാ വർക്കേഴ്സൊക്കെ നമുക്കറിയാം, കോവിഡ് കാലത്ത് ഈ കേരളത്തിലെ ജനതയുടെ ജീവന് ആയുസ് നീട്ടിക്കൊടുത്തവരാണ്. അതുപോലെ തന്നെ ശുചിത്വത്തിനകത്ത് കുടുംബശ്രീക്കാർ നമ്മുടെ വീടുകളിൽ വന്ന് ബയോ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യുന്നവരെ, അവരെ എത്രയോ നന്മയുള്ളവരാണ്. അവരെ ഈ നമ്മൾ പറയുന്ന ബയോളജിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെ ഹോട്ടൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പോലെ തന്നെ, ഈ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ, അതായത് ഡ്രഗ്, ആൽക്കഹോളിസം ഒക്കെ, ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അവരെ ഉപയോഗിക്കണം. ഈ പാവപ്പെട്ടവരാണ് ഇപ്പോഴും ഒരു സമൂഹം നന്നാകാൻ. അല്ലാതെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും DGP ഒന്നും വന്ന് ഇതൊന്നും ഇല്ലാതാക്കത്തില്ല. കാര്യം അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടും, അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റി ഉണ്ട്, അവരെല്ലാം സൂക്ഷിച്ച് പോകും. മിക്കവാറും അന്യ സംസ്ഥാനക്കാരാണ് കൂടുതൽ പേര് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ട് കേരളത്തിൽ ഇരിക്കുന്നത്. DGP സംസ്ഥാന പോലീസ് മേധാവിയായി. അതിനകത്ത് മദ്യപിക്കുന്നവരും നല്ലവരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോട്ട്പ, ടൊബാക്കോ പ്രിപ്പറേഷൻ എപ്പോഴും ചുണ്ടിനിടയിൽ വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ സുഖിച്ചിരിക്കുന്നവരും ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ മാറണം. നമുക്ക് നന്മയുള്ളവരെ വേണം. ഞാനൊരു ചർച്ചയെ പറഞ്ഞു, സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് മദ്യപിക്കാത്ത ഒരാളെ വെക്കണം. കഴിഞ്ഞിടയിൽ ഒരു പ്രമുഖ പത്രത്തിനകത്ത് കുറേ പേരുടെ ഫോട്ടോ ഒക്കെ കണ്ട് ലഹരിക്കെതിരെ പറഞ്ഞു. അതിനകത്ത് പലരും മദ്യപിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഞാനതുപോലെ അതിൽപ്പെട്ട മദ്യപിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തു, മുൻ DGPയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മുടെ ആകപ്പാടെ തകർന്ന് കിടക്കുവാണ്. നമുക്കിതിനൊന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ IG-മാരുണ്ട്. ഒരാളെ ഡിസ്ട്രിക്ട് നാർക്കോട്ടിക് ബ്യൂറോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒന്നുമില്ലാതെ ഫങ്ഷൻലെസ് ആയിട്ട് കിടക്കുന്നു. ഈ സർക്കാരിന് ജനങ്ങളോട് ഈ നാടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു മാതൃകാ പുരുഷനായ ഒരു IG-യെ കിട്ടാൻ വലിയ പാടാണ്. എങ്കിലും എടുത്തിട്ട് അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റിലെ നാർക്കോട്ടിക് കൺട്രോൾ മൊത്തം കാര്യങ്ങൾ കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരി പിന്നെ DYSP-മാർക്ക് പോലും അധികാരമില്ല. സെക്ഷൻ 53 പ്രകാരം, NDPS-ന്റെ 1985 സെക്ഷൻ 53 പ്രകാരം അത് നോട്ടിഫൈഡ് ഓഫീസേഴ്സിനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ടിഫൈ ചെയ്തിട്ടില്ല. കാസർഗോഡ് ഇരുന്ന ഒരു DYSP, എൻ്റെ പരിചയക്കാരനാണ്, അദ്ദേഹം എഴുതി കൊടുത്തപ്പോൾ അന്നത്തെ SP അദ്ദേഹത്തെ ഹരാസ് ചെയ്യുകയോ ചെയ്തത്. നോട്ടിഫൈ ചെയ്യാത്തവന് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ITP, ഇമ്മോറൽ ട്രാഫിക് എല്ലായിടത്തും പിടിക്കുന്നു. പക്ഷേ ഓഫീസേഴ്സിനെ നോട്ടിഫൈ ചെയ്യാതില്ല. വൈകി വന്ന വിവേകമാണ്. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്തത്.
ഇപ്പൊ ഇരുന്ന് ചർച്ച ചെയ്യാതെ ഇതൊക്കെ ചെയ്യട്ടെ. തീർച്ചയായും അതാണ് ആവശ്യം. ഇടപെടണം. അത് നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ശ്രീ ജോളി ചെറിയത്ത് പെട്ടെന്ന് വരാം, സാറിലേക്ക് വരാം. ശ്രീ ജോളി ചെറിയത്ത്, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലാണ്. നമുക്കറിയാം നേരത്തെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പല ആൾക്കാരും, ഞാൻ നേരത്തെ ശ്രീ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയായിരുന്നു അവരുടെയൊക്കെ അവസ്ഥ എന്താണ്, എത്ര പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട് സിനിമാ രംഗത്ത്. ഈ പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ ലഹരിക്ക് ഉപയോഗിക്കുന്ന നടന്മാരെ മാറ്റി നിർത്താൻ തയ്യാറാകുന്ന എത്ര സംവിധായകരോ നിർമ്മാതാക്കളോ ഉണ്ട് എന്നുള്ളത്. അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വിൻസിയുടെ വെളിപ്പെടുത്തൽ. തീർച്ചയായിട്ടും കേട്ടിരുന്നു എന്റെ ചോദ്യം? കേൾക്കാമോ? പറയാം. ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഒന്നുമില്ല, ഈ വിൻസിക്ക് എത്ര പിന്തുണ സിനിമാ മേഖലയിൽ നിന്ന് കിട്ടും, വിൻസിയുടെ ഇനിയുള്ള സിനിമാ കരിയർ എങ്ങനെയായിരിക്കും, ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ മാറ്റി നിർത്താൻ എത്ര ആളുകൾ തയ്യാറാകുമെന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കലിൽ നിന്ന്, ഞാൻ തുടക്കം മുതലേ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിൻസിയുടെ വീഡിയോ ഒന്ന് കണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസന്റേഷനിലാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തികച്ചും അവരുടെ ഒരു സ്പേസിൽ, ഒരു വർക്ക് സ്പേസിൽ അവർ കംഫർട്ടബിൾ അല്ല എന്നുള്ള അവരൊരു അനുഭവത്തിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത്. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത്, ഇതുപോലെ തന്നെ അത് അങ്ങനെ ഒരു അനുഭവത്തിന്റെ പുറത്ത് അതൊരു മെയിൽ ആക്ടറാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ എന്തുമാത്രം കയ്യടിയായിരിക്കും കിട്ടുക. കാരണം ഒരു ധാർമ്മികമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള റൈറ്റ് പോലും ഇവിടെ ഒരു പുരുഷനാണെങ്കിൽ അതിന് ഭയങ്കര കയ്യടി കിട്ടുന്ന ഒരു രീതിയിലേക്ക്, നേരെ മറിച്ച് അതൊരു സ്ത്രീയാണ്, അത് അത്രയും പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ അതിനെ കൂവി തോൽപ്പിക്കുക. അപ്പൊ ഈ സമൂഹത്തിന്റെ ഒരു മോറൽ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരു നടനാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. എൻ്റെ കൂടെ ഒരു കൊളീഗ്, ലഹരി ഉപയോഗിക്കുന്ന ഒരു കൊളീഗ് ഉണ്ടെങ്കിൽ അയാളെ കൂടെ ഞാൻ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഉൾപ്പെടുത്തില്ല എന്ന് ഈ സമൂഹം. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തെ വിപത്തോ അതുണ്ടാക്കുന്ന ക്രൈസിസോ ഒന്നല്ല അവരുടെ വിഷയം, മറിച്ച് കൂവി തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് അത് പറഞ്ഞതെങ്കിൽ അതിനെ ഉടനെ കൂവി തോൽപ്പിക്കുക, അതിനെ അഡ്രസ് ചെയ്യാതിരിക്കുക. വേറൊന്നും, ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വർക്ക് സ്പേസ് എന്നല്ല, ഏതൊരു പബ്ലിക് സ്പേസിലും നമ്മൾ ലഹരി ഉപയോഗിച്ച് വരാൻ പാടില്ല എന്നുള്ളത് എവിടെയും ബാധകമാണ്. സിനിമയിൽ മാത്രമല്ല, എവിടെയും ബാധകമാണത്. അത് ഒഫൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ടത് വിൻസി അല്ലായിരുന്നു. വിൻസിനെ അവിടെ നിയോഗിച്ച ആളുകളാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു ആക്ഷൻ എടുക്കേണ്ടിയിരുന്നത്. അപ്പൊ എനിക്ക് ഭ്രഷ്ട് റദ്ദ് ചെയ്യാ, ഒരാളെ ടോട്ടലി റദ്ദ് ചെയ്യുക, അതിലേക്കല്ല എത്തേണ്ടത്. മറിച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വർക്ക് സ്പേസിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്, അങ്ങനെ ചെയ്തു വന്നാൽ വർക്കിൽ നിന്ന് പുറത്ത് നിർത്തുക എന്നുള്ളത്, ആ വർക്കെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. പക്ഷെ ഇതിനകത്ത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ലീഡ് ആക്ടറെ വെച്ച് പ്രോജക്റ്റ് ഓൺ ചെയ്ത് അതിലേക്ക് ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന അത്ര ലാഘവത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഒരു നിർമ്മാതാവിന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഫിലിം ഫ്രട്ടേണിറ്റി തന്നെ ആ ജാഗ്രത കാണിക്കണം. നമ്മളെ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ കീപ്പ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് ഈ തുടക്കത്തിൽ തന്നെ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, സെറ്റിനകത്ത് അത് ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക. അവര് പേഴ്സണൽ സ്പേസിൽ അവർ എന്തും ആയിക്കോട്ടെ. നമ്മൾക്ക് ഇത് മൊത്തം നിരോധിച്ചിട്ട് ഇവിടെ ആകെ പ്യൂരിറ്റനിസം കൊണ്ടുവരാന്നുള്ളതൊന്നും നടപ്പാവുന്ന കാര്യമാണ്. കാരണം മനുഷ്യ സമൂഹം ഉണ്ടായ കാലം തൊട്ട് ലഹരിയുണ്ട്. പക്ഷെ അതിന്റെ ഒരു ക്രിമിനൽ വൽക്കരണം എന്ന് പറയുന്നത് ഈ താഴേക്കിടയിലുള്ള മനുഷ്യരെ മാത്രം ക്രിമിനൽ പൊസിഷനിൽ നിർത്തി ഇതിനധികം വിധിയും വിചാരണയും മോറൽ പൊസിഷനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. കാരണം ഇത്തരം കെമിക്കൽ ഡ്രഗ്സ് ഒന്നും സാധാരണക്കാരുണ്ടാക്കുന്നതല്ല, അവരെ കൊണ്ട് അതിന്റെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അവർ അതിനകത്തെ കരുക്കളോ ഇരകളോ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട്
നമ്മൾ ആളുകൾ കള്ളു കുടിക്കുന്നതിലോ ആളുകൾ ഇത് ഉപയോഗിക്കുന്നതിലോ നമുക്കൊക്കെ വ്യക്തിപരമായ ധാർമ്മികതയുടെ പുറത്തു വന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് ഈ പറഞ്ഞ മാതിരി അത്രയും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വവും മനുഷ്യ ജീവിതത്തിനോട് ഒരു അന്തസ്സുള്ള അപ്രോച്ചുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് സിസ്റ്റത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് വ്യക്തി ധാർമ്മികത കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മുടെ വിഷയം ഇവിടെ അതല്ല. ഇവിടെ ഇനി ഇപ്പൊ അവൾക്ക് വിൻസിക്ക് ജോലി കിട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നെയും അത് റിറ്റാലിയേഷൻ എന്ന് പറയുന്നത് ഒരു തുറന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യസന്ധമായി തനിക്കുണ്ടായ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റിറ്റാലിയേഷൻ ആണ് ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ അത് ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഫ്രട്ടേണിറ്റി ഗൗരവപൂർവ്വം കാണണം. അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ കൊളീഗ്സിനെ, പ്രത്യേകിച്ച് സ്ത്രീകളായവരെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു ഉത്തരം പ്രൊഡ്യൂസേഴ്സ് അടങ്ങുന്ന, ആക്ടേഴ്സ് അടങ്ങുന്ന, ടെക്നീഷ്യന്മാരടങ്ങുന്ന ആ ഫിലിം ഫ്രട്ടേണിറ്റി ആണ് അതിന് ആൻസർ കാണേണ്ടത്. തീർച്ചയായും നന്ദി. തീർച്ചയായും ഏതായാലും നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം അതിഥികളിലേക്ക്. അതിഥികൾ തുടരുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുന്നു. പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ വിനു കിരത്ത്, നമ്മൾ പറഞ്ഞത് നേരത്തെയും സമാനമായ പല തുറന്നു പറച്ചിലുകളും നമ്മുടെ താരങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വനിതാ നടിമാരൊക്കെ ഒരുപാട് പേർ പല വിഷയങ്ങളിൽ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസാണെങ്കിലും അത്തരം പല വിഷയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവർ സംഘടന രൂപീകരിച്ച് വലിയ പോരാട്ടമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പോരാട്ടം എവിടെ എത്തിയെന്നും ഇടയ്ക്ക് ആരൊക്കെ പിന്മാറിയെന്നും ഇവർക്കൊക്കെ സിനിമയിൽ എത്ര അവസരം കിട്ടിയെന്നും അവരിൽ നിന്ന് പിന്മാറിപ്പോയ ആളുകൾക്ക് എത്ര അവസരം കിട്ടുന്നുണ്ട് എന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ വിൻസി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സിനിമാ കരിയറിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, എൻ്റെ ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവരോട് അഭിനയിക്കില്ല. അങ്ങനെ വിൻസിക്ക് തുടരാൻ സാധിക്കുമോ മലയാള സിനിമയിൽ? അല്ല, വിൻസിയുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പറച്ചിൽ തന്നെയാണ്. അതിന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നല്ല സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ ഉപജീവനമാർഗ്ഗമായി കാണുന്ന സംവിധായകരുടെയും നായകന്മാരുടെയും പടത്തിൽ വിൻസിക്കൊക്കെ അവസരം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതിന് ഉദാഹരണമാണ് പാർവതി തിരുവോത്ത്. ഇടയ്ക്കില്ലെങ്കിൽ അവർ പിന്നീട് അഭിനയിച്ച പടങ്ങളെല്ലാം നല്ല പടങ്ങളാണ്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നു. അപ്പം ഇതിന് നല്ല പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുടെ പടത്തിൽ വിൻസിക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. അല്ലാത്തത് വേണ്ട, വിൻസി പറഞ്ഞാൽ അല്ലാത്തത് വേണ്ട, അത് വേണം. പക്ഷെ നമുക്കറിയാലോ, നമ്മുടെ നിയമത്തിന് നേരത്തെ പറഞ്ഞാൽ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എത്രയോ ലിറ്റർ സ്പിരിറ്റ് പിടിച്ചിട്ടത് കോടതിയിലെത്തിയപ്പോൾ അത് ആവിയായി പോയൊരു കണക്ക് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3000 കിലോ പിടിച്ചാൽ അത് 3 ഗ്രാം ആക്കാനും പോലീസ് വിചാരിച്ചാൽ പറ്റും. ഇന്നലെ മിനിങ്ങാന്ന് സകല ചാനലിലും കണ്ടൊരു വിഷ്വൽസ് എത്ര പേര് ഓർമ്മയുണ്ടോ? ഒരു കാറ് 3 കരണം മറിയുന്ന ഒരു പോലീസുകാരൻ. പിറ്റേ ദിവസം നമ്മൾ പേപ്പറിൽ കാണുന്ന സസ്പെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അടുത്ത പ്രൊമോഷനോടുകൂടി അയാളെ തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പോലീസാണ്. അങ്ങനെയുള്ളവർക്കെങ്കിലും മാന്യമായൊരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? ആ വണ്ടി മറിഞ്ഞത് കണ്ടോ? ഭാഗ്യത്തിന് സ്കൂൾ വിട്ട സമയത്തോ അല്ലെങ്കിൽ കുറേ കുട്ടികൾ വരുന്ന സമയമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നിയമം, ഓരോരുത്തർക്കും ഓരോ നിയമമാകുന്നു. പിടിയുള്ളവർക്കൊരു നിയമം, അല്ലാത്തവർക്ക് മറ്റൊരു നിയമം. അത് മാറണം. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലം വരണം. പിന്നെ ചില സിനിമയിൽ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി, ഇത് തന്നെ ഒരു 150-200 എണ്ണം വരെ ചില സിനിമകളിൽ ഷോർട്ടിൽ കാണാം. അപ്പോൾ ഇതാരാ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്ന് നോക്കി നമ്മൾ പറയില്ല. പണ്ടും ഉണ്ട് കേട്ടോ. പണ്ട് മദ്യപിക്കുന്ന എപ്പോഴാണ്? ഭയങ്കര സങ്കടം നായകന് വരുമ്പോൾ മദ്യപിക്കും. എനിക്കിപ്പോഴും ഉണ്ട്, മധുസാറൊക്കെ ഒന്ന് ചിരിക്കാൻ എല്ലാം മറക്കാൻ ഒരിക്കൽ കൂടി ഞാൻ കുടിച്ചോട്ടേയും ചോദിച്ചിട്ട്. അന്ന് പക്ഷേ ഓഡിയൻസ് ഇരുന്ന് ഇത് കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം ആ ഹൃദയത്തിൽ ഇന്ന് കല്യാണം വന്നാലും മദ്യപാനവും പുകവലിയുണ്ട്, മരണം വന്നാലും ഉണ്ട്, കുഞ്ഞ് ജനിച്ചാലുണ്ട്, 28-നുണ്ട്. ഇത് ഒരു ആഘോഷമാക്കി മാറ്റുന്നു. മുക്കിന് ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു, ഇനിയും തുറക്കാൻ പോകുന്നു. ഡ്രൈ ഡേ ആയിരുന്നത് മാറ്റുന്നു, 3 സ്റ്റാറിനാക്കി. ഇനിയിപ്പോൾ പതുക്കാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എത്ര നാളെ ഇവിടെ വണ്ടികൾ മദ്യപിക്കുന്നവരെ പിടിക്കുന്നേ ഇല്ലല്ലോ. കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഔട്ട്ലെറ്റുകൾ ഇനി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ മദ്യപാനം ചെക്ക് ചെയ്യുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ ഇത് ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഇവരെ മാത്രം സിനിമയിൽ മാത്രമായതുകൊണ്ടാണ് ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നത്. സിനിമയിൽ മാത്രമൊന്നുമല്ല കേട്ടോ, സ്കൂൾ കുട്ടികൾ മുതൽ ഓഫീസുകളിൽ വരെ ലഹരിയിൽ നിന്ന് കിട്ടാത്ത സ്ഥലം. ഇപ്പോൾ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു അന്യസംസ്ഥാന തൊഴിലാളി 1.5 കോടി രൂപയുടെ ഫ്ലാറ്റിലാണ് കേരളത്തിൽ താമസിക്കുന്നത്, ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് ലഹരി വിൽക്കാൻ. ഇത് ഇപ്പോഴാണ് പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കോടികൾ. ഇത് ഞാൻ പറയുന്നത്, ഞാൻ നാളൊരു സ്ഥലത്ത് പറഞ്ഞാണ്, എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാളുടെ മകനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നല്ല സുഖമാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടാണ് ഇതൊക്കെ കിട്ടാൻ കൂടുതൽ സൗകര്യം എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു കച്ചവടമാണ്.
അപ്പോൾ ഇവർക്കിതില്ലാതെ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാളെ കൂടുതൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ വരുന്നൊരു കാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയാൻ കാരണം അതാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇത് ഈ അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് വിൽക്കുമ്പോൾ നശിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്, മലയാളി പിള്ളേരാണ്. എന്തൊരു അവസ്ഥയാണിത്. ഇതിന് പക്ഷേ ഒരു പോംവഴി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ യുവത്വം നശിക്കും, ദാരിദ്ര്യത്തിലേക്ക് പോകും, ടൂറിസം നിൽക്കും, സകലതും നിൽക്കും. കൊലപാതകങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഡെയിലി എത്ര കൊലപാതകമാണല്ലേ ഒരു ദിവസം, എത്ര പീഡനങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം ഒരു 65-കാരിയെ 38 വയസ്സുള്ള മകൻ പീഡിപ്പിക്കുകയാണ് അമ്മ, ലഹരിയായിരുന്നു എന്ന്. വായിച്ചല്ലോ നമ്മൾ പത്രത്തിലല്ലേ. കാരണം ഈ സാധനം അങ്ങനെയാണ്, മദ്യപാനം പുകവലി പോലെ. അതിന് തന്നെ ഈ പറഞ്ഞ പോലെ അതേ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഈ നടിക്കും ഉണ്ടായത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പല നടിമാരും ഒക്കെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നുണ്ട്. കാരണം അവർക്ക് കഥാപാത്രങ്ങൾ നഷ്ടപ്പെടും, സിനിമാ ലോകത്ത് നിന്ന് ഔട്ടാകും, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വിൻസി അതിനൊരു മാതൃക കാട്ടി എന്നതേ ഉള്ളൂ. ശ്രീ ഖാദർ ഒന്നുകൂടെ പറയട്ടെ, ഈ ചാനൽ ചർച്ചയ്ക്ക് പോലും ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ നമ്മളെ പോലെ കുറച്ച് പേരെ വരുന്നുള്ളൂ. അതെ, വിളിച്ചെല്ലാവരും വരുന്നില്ല. അതെ, തീർച്ചയായും. ശ്രീ ഖാദർ, അതാണ് സംഭവം. അതായത് താങ്കൾ പറഞ്ഞ 5% ആളുകൾക്ക് നിലപാടുണ്ട്, അവർക്ക് പണിയൊന്നുമില്ല, അവർ പുറത്തിരിക്കുകയുമാണ്. നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ തന്നെയുണ്ട്. ഇവിടെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, സിനിമാ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഏകദേശം 2 പേരുണ്ട്, ഭാഗ്യലക്ഷ്മിയുണ്ട്, അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് അദ്ദേഹം അടക്കമുള്ള ഈ 3 പേരും പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ 3 പോയിന്റിലും വലിയ വീഴ്ചകളുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ 3 പോയിന്റ്? ഒന്നൊരു പോലീസ് സംവിധാനത്തെ നേരത്തെ നയിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ നിലവിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഈ 2 പേർ. ഈ 2 പേരും പറയുന്നു ഞങ്ങളുടെ മേഖലയിൽ വലിയ വീഴ്ചകളുണ്ട്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ഈ സംവിധാനത്തിൽ, ഈ പോലീസ് സംവിധാനത്തിൽ നർക്കോട്ടിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതും നർക്കോട്ടിക് കേസുകളിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്ന ഈ വേളയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹം നന്നാവാൻ, മാറ്റം വരാൻ ഒരുപാട് സമയമെടുക്കും. പ്രത്യേകമായിട്ട് ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ നോക്കൂ. ഞാനൊരു സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇല്ലീഗൽ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പാനൽ ഉടൻ തന്നെ ഇല്ലീഗൽ ആപ്പിനെ ക്ഷമിക്കണം, ഇടയിൽ ഒരു ചെറിയൊരു സ്റ്റെക്കായി പോയി. പറഞ്ഞോളൂ. ചെറിയൊരു സ്റ്റെക്കായി പോയി. അതായത് ഇല്ലീഗൽ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ ഡീറ്റെയിൽസ് തന്നപ്പോൾ അവരെ നമ്മൾ സംഘടനയിൽ നിന്ന് പുറത്താക്കി. നോക്കൂ, ആരെങ്കിലും പരാതി തന്നതല്ല, മറിച്ച് ഒരു സൂചന നൽകിയപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞ് അതിലൊരു നടപടി എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എടുത്തു പറയുന്നു, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, അവിടെയൊക്കെ നിങ്ങൾ നോക്കുക. ഈ കുട്ടി നേരിട്ട ഒരു വിഷയത്തെ കുറിച്ച് അതൊന്ന് പങ്കുവെക്കുമെങ്കിൽ പോലും ആ സോഷ്യൽ മീഡിയ പേജുകൾ ചെയ്തിട്ടില്ല. നോക്കൂ, എന്താണ് ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം, ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് സംഭവിച്ചത്? ആ നടൻ ആരാണ്? അയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കാൻ പറ്റണം. അതല്ല എങ്കിൽ അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന മോഹൻലാൽ അടങ്ങുന്ന പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നിങ്ങൾക്ക് ആ പണി എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം. സംഘടനയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനെയാണോ പ്രതിനിധീകരിച്ചിട്ട് ഒരു സംഘടന കൊണ്ടുവരുന്നത്, ആ സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ അല്ലെങ്കിൽ ആ സംഘടനയെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് പിരിച്ചുവിടണം. അത് പിരിച്ചുവിടേണ്ട കാര്യമാണ്. നോക്കൂ, ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ എത്ര ഗൗരവമേറിയ കാര്യങ്ങളാണ്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്കറിയാം ഇത് പറഞ്ഞാലുള്ള എഫക്റ്റിനെ കുറിച്ചിട്ട് ആ പെൺകുട്ടിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നോക്കൂ, ആ പെൺകുട്ടി എടുത്ത അല്ലെങ്കിൽ ആ യുവതി എടുത്ത ഒരു നിലപാട് സിനിമ ഇൻഡസ്ട്രിയിലെ എത്ര പേർക്ക് എടുക്കാൻ പറ്റും? എത്ര ക്ലിയർ ആയിട്ടാണ് വിൻസി പറയുന്നത്, ഞാൻ ഇന്നേ വരെ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തി പറയാൻ പറ്റുമെന്ന് വിൻസി പറയുന്ന ആ ചലഞ്ചിനെ ഏറ്റെടുക്കാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ എത്ര ആക്ടർമാർക്ക് സാധിക്കും? ആ ചലഞ്ച് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരെ അനുകൂലിക്കുന്നോ ഇല്ലയോ അതൊക്കെ അവിടെ കിടക്കട്ടെ. ഡ്രഗ്സ് നിറഞ്ഞ ഒരു വലിയ മേഖലയാണ് സിനിമ ഇൻഡസ്ട്രി. എന്തുകൊണ്ട് സിനിമാ മേഖലയെ എടുത്തെടുത്ത് പറയുന്നു എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. എല്ലാ മേഖലയിൽ ഇല്ലേ എന്നുള്ളത് ഒരിക്കലുമല്ല. സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നോക്കൂ, ഒരു ആക്ടറിന് ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. ഒരു സിനിമക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ആ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും.
ആ മേഖലയിലാകുമ്പോൾ അത് വൈഡ് ആംഗിളിൽ ചർച്ച ചെയ്യപ്പെടും, സ്വാഭാവികമാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ഇത് നിങ്ങൾ സിനിമാ മേഖലയെ മാത്രം ഇങ്ങനെ വന്ന് കയറി നിൽക്കുന്നു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ആ മേഖല ചർച്ച ചെയ്യപ്പെടും, കാരണം അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. വിൻസിയുടെ, ഞാൻ ഒന്നുകൂടി രഞ്ജിത്ത് പറയുന്നു, വിൻസി പറഞ്ഞ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം പറയാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ എത്ര ആളുകൾക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പോലീസ് സംവിധാനത്തിലെ പല വിധത്തിലുള്ള ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നമാണ്. അത് ഈ പറഞ്ഞതുപോലെ ഇനി മാറാനും സാധ്യതയില്ല. കാരണം ഇനിയും വരുന്ന ആലപ്പുഴ കേസൊക്കെ ആയാൽ പോലും അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാഹചര്യമാണ്. ഈ പറഞ്ഞ ഒരു പക്ഷേ ഈ പിടിക്കപ്പെട്ട പ്രതിയായ ആ സ്ത്രീയോ അവരുടെ ഭർത്താവും ഒക്കെ ശിക്ഷിക്കപ്പെട്ടേക്കാം ഏതെങ്കിലും തരത്തിൽ. പക്ഷേ ഈ പറഞ്ഞ ഉപയോഗപ്പെടുത്തിയ ആളുകൾ ഒന്നും ആ തരത്തിൽ ഒരു കാരണവശാലും പലവിധ തെളിവുകളൊക്കെ ഇപ്പോൾ തന്നെ തേച്ചു മാച്ച് കളഞ്ഞു കാണും. അങ്ങനെയല്ലേ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തേച്ചു മാച്ച് കളയുന്നു എന്നൊക്കെ പറയുന്നത് ശ്രീ ഖാദർ പറഞ്ഞതിനൊക്കെ അപ്പുറത്താണ്. നേഴ്സറി കുട്ടികൾക്ക് പോലും അറിയാം ഇവിടെ എല്ലാം അതപ്പതിച്ച് കിടക്കുവാണെന്ന്. ഉദ്യോഗസ്ഥന്മാർ ഇതുമായിട്ട് ചേരുന്നവർ കൈക്കൂലി വാങ്ങിച്ചും രാഷ്ട്രീയക്കാരും എല്ലാം തമ്മിലുള്ള അന്തർധാരയാണെന്നും ക്രൈം ക്രിമിനൽ പൊളിറ്റിക്കൽ നെക്സസ് ആണ് ഇതിൻ്റെ എല്ലാം കാര്യം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനാരും പരിഹാരം കാണാത്തതുകൊണ്ടാണ് ഞാൻ ഈ വക ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിതിൽ പറയാനുള്ളത്, ഈ നല്ലൊരു സേയിങ് ഉണ്ട്, ബിബ്ലിക്കലാണ്, എവരി ഗുഡ് ട്രീ ബെയർസ് ഗുഡ് ഫ്രൂട്ട് ബട്ട് എ ബാഡ് ട്രീ ബെയർസ് ഓൺലി ബാഡ് ഫ്രൂട്ട്. ഈ വിൻസി ഇങ്ങനെ വന്നത് നല്ല മാതാപിതാക്കൾക്ക് ഉണ്ടായതുകൊണ്ടും അതിൻ്റെ നല്ല ഫ്രണ്ട്സും നല്ലതാണ്, ഗുരുക്കന്മാരും നല്ലതാണ്, അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സമൂഹവും നല്ലതായതുകൊണ്ടാണ് അതിനങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത്. അത് തുറന്നു പറയാനുള്ളത് അതിൻ്റെ മോറൽ സ്ട്രെങ്താണ്. അത് വളരെ കുറച്ച് പേരെ ഉള്ളെങ്കിലും നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ പഴയ അതിലെ ലക്ഷമാനുഷർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തോ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞ പോലെ നടന്മാർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തോ ഒന്നോ രണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെള്ളി നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് നല്ലതാണ്. കാരണം ഇവിടുത്തെ റിയൽ ടൈം സിറ്റുവേഷൻ എല്ലാവരും മനസ്സിലാക്കുന്നു. നമുക്കറിയാം ഇവിടെ എല്ലാം സിനിമാ ഫീൽഡാണെങ്കിലും അല്ലാതാണെങ്കിലും നമ്മുടെ പൊതുസമൂഹത്തിലും എല്ലാം ഇത് നശിച്ച് തകർന്ന് തരിപ്പണായി കിടക്കുവാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ മാനസിക വൈകല്യമുള്ള ആൾക്കാരും നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും നമ്മുടെ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫിനും ഒക്കെ ഉള്ള അറിയാത്തത്. ബാക്കി എല്ലാവർക്കും അറിയാം ഇവിടെ മൊത്തം തകർന്ന് കിടക്കുവാണ്. കാര്യം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തർ കാണിച്ചു വെക്കുന്ന വിക്രികളൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും അറിയാം ഇത് മൊത്തം നശിച്ച് കിടക്കുവാണ്. സിനിമാ ഫീൽഡിൽ എന്നു മുതലേ ഉണ്ട്. അവിടെ പണത്തിൻ്റെ പേരിൽ മദ്യം, സെക്സ് ഇതെല്ലാം ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും എല്ലാം ഇതെല്ലാം പറഞ്ഞ എല്ലാ കാര്യവും ഇവിടെ എന്ത് ആക്ഷൻ എടുക്കുന്നു? ഇതൊന്ന് റിഫോം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല, ആർക്കും റിഫോർമേഷന് വേണ്ടി വരുന്നുമില്ല. പിന്നെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വരുന്നത്. കാര്യം നേരത്തെ സൂചിപ്പിച്ചുള്ള നല്ല മാതാപിതാക്കൾക്ക് ഉണ്ടാകുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള നോൺസെൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരുടെ മോറൽ സ്ട്രെങ്ത് കൊണ്ട് അവർ പറയുന്നു. ഇവിടെ കാര്യമായ മാറ്റം വേണമെങ്കിൽ ആദ്യമേ ചീഫ് സെക്രട്ടറി ആയിട്ട് അധർമ്മത്തിനെതിരെ പോരാടാൻ പറ്റുന്ന ഒരാളെ വെക്കണം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആൻഡ് വിജിലൻസിനായിട്ട് അത്തരത്തിലുള്ള ഒരാളെ വെക്കണം. അടുത്തത് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് അത്തരത്തിലുള്ള ഒരാളെ വെക്കണം. എക്സൈസ് മന്ത്രിയായിട്ട് ഈ അനീതികൾക്കെതിരെ സംസാരിച്ചിട്ട് പോയി പാലക്കാട് പിന്നെ ബ്രൂവറി കൊടുക്കുന്ന ആളാകരുത്. ഈ വാക്ക് ദ ടോക്ക് വേണം. വാക്ക് ദ ടോക്ക് എത്ര പേരുണ്ട്? നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഈ സമൂഹത്തെ ഈ അതപ്പതിച്ചു പോകുന്ന യുവജനതയെ സിനിമാ ഫീൽഡിലുള്ളവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനില്ല. എല്ലായിടത്തും പണമാണ്. മണി ഈസ് ഹണി, മൈ ലിറ്റിൽ സണ്ണി, എ റിച്ച് മാൻ ജോക്ക് ഈസ് ഓൾവേസ് ഫണ്ണി. എല്ലാവരും പണത്തിന് പോവുകയാണ്. ഈ പണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും കോവിഡ് എന്ന് പറഞ്ഞ ചൈനയിലെ ചെറിയൊരു മൈക്രോബിന്റെ മുമ്പിൽ എല്ലാം പെട്ടുപോയി മരിച്ചു. സാറിന് 6 അടി താഴ്ച കുടിച്ചിടുന്നതിന് 10 അടി താഴ്ചയായി കോവിഡ് പ്രോട്ടോകോൾ. ഇതൊന്നും പഠിച്ചിട്ടും നമ്മൾ പഠിക്കുന്നില്ല. റോഡ് ആക്സിഡന്റ് കണ്ടിട്ട് പിന്നെ സ്പീഡ് ചെയ്യുന്ന പോലെ ഈ പറയുന്ന അധർമ്മങ്ങളെല്ലാം കണ്ടിട്ട് പിന്നെയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. കാര്യം നമുക്ക് റോൾ മോഡൽസ് ഇല്ല. റോൾ മോഡൽസ് ഇനിയും വരാനും വലിയ പാടാണ്. കാരണം അധികാരത്തിന്റെ മേളിൽ അധർമ്മന്മാരായ കുറെ ആൾക്കാർ കയറി അധികാരം കൈയാളിയിരിക്കുന്നു. നമുക്ക് ഇപ്രാവശ്യം മത്സരിച്ചവർ ഇനിയും മത്സരിക്കും, വീണ്ടും അധികാരത്തിലെത്തും, അവർ സുഖിക്കും. നമ്മുടെ എക്സ്പെൻസില് ടാക്സ് പേയേഴ്സിന്റെ എക്സ്പെൻസിൽ അവർ ജീവിക്കും. കൊതുകും ചോര ക്ഷമിക്കണം. ശ്രീമതി ജോളി ഈ പറഞ്ഞതുപോലെ നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പല ആളുകളും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാത്തത് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സിനിമാ മേഖലയിൽ തുറന്നു പറഞ്ഞ ആൾക്കാർ തുലവും വിരളമാണ്, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ആ തരത്തിൽ പലതും അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയാകും ഇനി അങ്ങോട്ടുള്ള സിനിമാ കാലവും, അല്ലേ? ശ്രീമതി ജോളി,
ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം ദയവായി. സോറി, പറഞ്ഞോളൂ. കേൾക്കാമോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്നത് എനിക്ക് ഇതിനകത്ത് ചെറിയ വിയോജിപ്പുകളുള്ളത്. ഒന്ന് ശരിയാണ്, ഒരു സിസ്റ്റം മൊത്തം കറപ്റ്റഡ് ആണ്. നമ്മുടെ സമൂഹത്തിന്റെ പൊതുവെയുള്ള ഒരു ധാർമ്മിക മനോനിലയൊക്കെ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൊരു തർക്കമില്ല. പക്ഷെ അതേസമയം ഒരു 3.5 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. അതിൽ മാക്സിമം ഒരു എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും? നമ്മളൊരു 30,000 പേര് മാക്സിമം. ഞാൻ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. നമുക്ക് ഡാറ്റ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു 10-30,000 രൂപ മാക്സിമം വർക്ക് ചെയ്യുന്ന ഒരു സ്പെസിമെൻ എടുത്തിട്ട് ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വവും ഇവിടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഈ പറഞ്ഞതിന് എല്ലാത്തിനും സാധ്യതയുള്ള ഒരു ഇടമാണെന്നുള്ളത് നിങ്ങളൊരു ഫ്രിഞ്ച് ഗ്രൂപ്പിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അതിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. അത് ശരിയല്ല. ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഒരിടത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന ഇത്രയും പ്രിവിലേജ് എൻജോയ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പേരുടെ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് ഇതിനെ ടോട്ടലി ഒരു വിലയിരുത്തുന്നതിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ മറ്റു സെക്രട്ടറി സാർ പറഞ്ഞതുപോലെ തന്നെ ഈ സിസ്റ്റം കറപ്റ്റഡ് ആണ്. ഇത് അവിടെ കിട്ടാൻ, പണമുള്ളവർക്ക് ഇത് കിട്ടാൻ, അവിടെ എത്തിക്കാനുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സോഴ്സിനെ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യുകയോ അതിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു മെഷേഴ്സും എടുക്കാതെ ഈ വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. മറ്റൊന്ന്, സിനിമ ഇൻഡസ്ട്രിയിൽ പൊതുവെ തുറന്നു പറയുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വർക്ക് സ്പേസിൽ, ഞാൻ പറഞ്ഞ സെക്ഷുവൽ ഹറാസ്മെന്റ് എന്നുള്ള സാധനത്തിലല്ല, മൊത്തത്തിലുള്ള ഒരു ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരുന്നത് സ്ത്രീകളായതുകൊണ്ട് അവർക്ക് നേരെയുള്ള റിട്ടാലിയേഷൻസ് നല്ലപോലെ ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. എത്ര പേര് ഇപ്പോ അവര് ലൈം ലൈറ്റിലുണ്ട്, എത്ര പേർക്ക് അവസരങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഈ പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അതേസമയം പൊതുസമൂഹത്തിന്റെ ഒരു ജാഗ്രത, എത്ര തെറി വിളിച്ചാലും അങ്ങനെ ഒരു സമൂഹം അവിടെ ഒരു രീതിയിലും ഒരു സാമൂഹ്യ ജനാധിപത്യത്തിലേക്ക് ഉയരാൻ തയ്യാറില്ലാത്ത ഒരു ഫേസ്ലെസ് ആയിട്ടുള്ള മനുഷ്യർ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള മനുഷ്യർ ഇതിനെ മനസ്സിലാക്കുകയും ഇതിന് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു വലിയ വിഭാഗം ജനം കൂടെ അലേർട്ടായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോ ഇതൊന്നും അങ്ങനെ ഇനി ഒന്നും ചെയ്യാനില്ല അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പൊ ഹേമ കമ്മിറ്റിക്ക് ശേഷം ICC എന്ന് പറയുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപപ്പെട്ടിട്ടുണ്ട്. അത് സിനിമ നിർമ്മിക്കുമ്പോൾ തന്നെ ഈ IC ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഇനിയുള്ള കാലത്ത് ഈ പ്രൊഡക്ഷനിൽ IC ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കാനുള്ള ഒരു വേദി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇനി ആദ്യം അതിനെയൊക്കെ നമ്മൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കാൻ ശ്രമിക്കണം. നെയിം സേക്ക് ആവരുത്. അപ്പൊ അവിടെ അത് ഉണ്ടായിരുന്നെങ്കിൽ വിൻസിക്ക് ഈ പ്രശ്നം അവിടെ അവതരിപ്പിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സിന് ഇടപെട്ടേ പറ്റുള്ളായിരുന്നു. ക്ഷമിക്കണം ശ്രീമതി ജോളി ചെറിയത്ത് ഈ വിഷയത്തിൽ പങ്കെടുത്തതിന്. ഭാഗ്യലക്ഷ്മി ചലച്ചിത്ര പ്രവർത്തക, ശ്രീ വിനു കിരിയത്ത്, സക്കറിയ ജോർജ്, ഒപ്പം ശ്രീ ഖാദർ കരിപ്പൊടി. ഏതായാലും ഈ വിഷയം ഇപ്പോൾ ചർച്ചയാവുകയാണ്. നടൻ ആരാണ് എന്ന ചോദ്യമാണ് ഈ കമൻറ്റുകൾ താഴെ, ഈ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകളായി ബന്ധപ്പെട്ട് നിറയുന്നത് എന്നുള്ളതാണ് പ്രധാനം. ചർച്ച പൂർത്തിയാകുന്നു. നമസ്കാരം.